ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി. ഈ സാധനമെല്ലാം പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കാണുന്നത്. ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റും, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അലക്കാൻ പോകുന്നു ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ട്. ഹീറോ സെറ്റപ്പ് ഒന്നും അറിയില്ല കേട്ടോ, മാത്രം. ഓക്കെ, പുതിയ വാഷിംഗ് മെഷീനെ പരിചയപ്പെടുത്ത്. പുതിയ വാഷിംഗ് മെഷീൻ ആണ് ഗൈസ്. ഇത് ഞാൻ രാവിലെ എണീറ്റ് പള്ളിപ്പോലും തേച്ചിട്ടില്ല കേട്ടോ, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് സാംസങ്ങിന്റെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ആണ്. ഇത് വാങ്ങിയിട്ട് 2-3 ദിവസം ഒരാഴ്ചയല്ലേ, എന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് അത് സെറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഇവിടെ വെള്ളം വരുന്നതാണ് പുതിയ വീട്ടില്. അപ്പൊ സെറ്റ് ചെയ്തത് സിലും ഫിറാണ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ വെള്ളം വരാന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മളിപ്പം തന്നെ അലക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഓണാക്കുന്നത്? സ്വിച്ച് ഓൺ ആക്കണം. സ്വിച്ച് ഓൺ ആക്കിട്ടോ? അവിടെ ഓൺ ആണല്ലോ അല്ലേ? അല്ല, സ്വിച്ച് ഓൺ ആക്കിയിട്ട് ആദ്യം തുറക്കണം, ഈ സാധനം തുറക്കണം. ഓക്കെ, ഡ്രസ് ഇടണം. നമ്മളിവിടെ ഓൾറെഡി കുറച്ച് ഡ്രസ്സുകൾ അലക്കാനുള്ളതുണ്ട്. നോക്കിട്ടില്ല, ആവശ്യമുള്ളത് ഇട്ടാ മതി. അതൊക്കെ എന്താ ഇപ്പൊ ലാസ്റ്റ് ഇട്ടാ എന്താ? അത് അലക്കുന്ന പില്ലോ കവർ. ഓക്കെ, ഇനി നമുക്ക് ഇത് നിറയെ ഇടണോ? ഇതിന്റെ താഴെ വരെ ഇടാൻ പാടുള്ളൂ. ഇതിന്റെ ഓക്കെ. അപ്പൊ നമ്മൾ നിറയ്ക്കാൻ നിറച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടില് അത്യാവശ്യം ഡ്രസ്സുകളെല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിറ്റർജന്റ് ഒഴിക്കണം. ഇതില് മുക്കാലെന്നാണ് നമ്മളുടെ സാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സാർ എന്ന് പറയുന്നത് സിലൂണിയാണ് കേട്ടോ, സാംസങ്ങിന്റെ എല്ലാമായി. ഓക്കെ, കാണാൻ നല്ല രസമാണ്. ഇതിലില്ല നമുക്ക് തട്ടി തൂങ്ങിയായിരിക്കും അല്ലേ. ഇതിൽ നമുക്ക് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇതുണ്ട്, അതിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതെന്താവും എങ്ങനെയാവും നമുക്കറിയില്ല. ഓക്കെ, അടിച്ചിട്ടുണ്ടേ. ഓക്കെ, ഇനി നമ്മള് ഇത് അടിക്കുന്നു. ഇനി നോർമൽ അല്ലേ, അല്ല ഇത് ഓണാക്കണ്ടേ? പാട്ടൊക്കെ ഉണ്ട്. നോർമലാണ് കിടക്കുന്നത്. സ്റ്റാർട്ട് കൊടുത്തോ? ഓക്കെ, എന്താ സംഭവിക്കുന്നത്? ടൈം സെറ്റ് ചെയ്തോ? ഒക്കെ റെഡിയാ, ഇനി ഒന്നും ചെയ്യണ്ട. തന്നെ വെയിറ്റ് അളക്കും. വെറുതെ കറങ്ങുന്നതാണ്ടോ? അത് അതിന്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നതാ എന്നാണ് സാറ് പറഞ്ഞത്. വെള്ളമൊക്കെ തന്നെ വരും. ഇനി തുടങ്ങിയിട്ടില്ല, ഇനി വെള്ളം വരണം. ഡിറ്റർജന്റ് വരുന്നല്ല, വെള്ളം വരണം. അവിടെ കൂടെ തന്നെയല്ലേ വെള്ളം വരുന്നേ. നമ്മളിത് അലക്കിക്കൊണ്ടിരിക്കുന്നത് തുറക്കരുത്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ഉണ്ടാകും, അവിടെ വെച്ചു കൊടുക്കണം. ഇനി തുറക്കാൻ പാടില്ല. സാറിൽ നമുക്ക് കുപ്പിയിലായിട്ട് വയ്ക്കാം. ഇതിന് ഇതാണ് കേട്ടോ, ഓട്ടോമാറ്റിക് ആണ്ട് നമ്മൾ വാങ്ങിയിട്ട് വയ്ക്കണം. നമുക്ക് ഉള്ള സോപ്പ് പൊടി ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ, അത് ശരിയല്ല. അത് ഇത് കേടുവരുന്ന സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിയത് ഏരിയൻ്റെ ലിക്വിഡാണ്, അതിൻ്റെ പൗഡറും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് പ്രത്യേകമാണത്. ഇതൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞത്. ഞാൻ അറിയുമ്പോൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞത് അതാണ്. വെള്ളം നിറയുന്നവരായിരിക്കണം. നമ്മൾ നിറഞ്ഞിട്ടേ കറങ്ങാൻ തുടങ്ങുമോ തോന്നല്ലേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നിറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇത് എവിടം വരെ അറിയും? അതായത് വെള്ളം നിൽക്കുമ്പോ അവിടം വരെ. ഓ, താങ്കൾക്ക് അറിയുന്നില്ല അല്ലേ? വലിയ ഐഡിയ ഒന്നുമില്ല. എടാ, അത് വെള്ളം നിന്നാലല്ലേ അത് കറങ്ങാൻ തീരത്തുള്ളൂ. സ്കൈയുടെ പ്രശ്നം എന്താ? സ്കൈക്ക് അലക്കണോ ഡ്രസ്?
ഞങ്ങൾ ആദ്യം ആലോചിച്ച സ്കൈനട്ട് ഇലക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞ പേര് കയറിയിരുന്നു, അതാ കുറച്ചുകൂടെ ബെറ്റർ. നന്നു കേട്ടോ. കറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇട്ടത് കൂടി പോയോ? അതങ്ങനെയാണ്. കറങ്ങാൻ തുടങ്ങും. എന്തായാലും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാത്ത 2 മനുഷ്യർ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴുള്ള സകല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഉമ്മച്ചായിരുന്നു ഇറക്കി തരാറുണ്ടായിരുന്നു. ഇവിടെ ഉള്ളപ്പോൾ, കോട്ടയത്തിലുള്ളപ്പോൾ നമ്മൾ തന്നെ കൈകൊണ്ട് 2 പേരും കൂടെ എടുക്കുമായിരുന്നു. എൻ്റെ ഒരു പരിമിതമായ അറിവ് ഉപയോഗിച്ചിട്ട് ഇപ്പം സ്പിൻ ആണ് നടക്കുന്നത്. വാഷ്, റിൻസ്, സ്പിൻ 3 ഓപ്ഷനാണുള്ളത്. അപ്പം അതിൽ സ്പിൻ ചെയ്യുമ്പോൾ തോന്നുന്നു വെള്ളം പോയിട്ട് അത് ഡ്രൈ ആവുന്നത്. ഇനി 2 സ്പിൻ കൂടെ ആവാൻ ബാക്കിയുള്ളത്. അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഓൾറെഡി ഡ്രെയിൻ ചെയ്യാൻ നമ്മൾ പൈപ്പ് പുറത്തോട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിക്കും സ്പിൻ കഴിഞ്ഞു കേട്ടോ, 1 കഴിഞ്ഞു. പക്ഷെ അവിടെ ഇപ്പം 5 എന്ന് കാണിക്കുന്നുണ്ട്. അതെന്താണോ അതറിയില്ല, അതെനിക്കറിയില്ല കേട്ടോ. കഴിഞ്ഞു, സെറ്റായി. ഫിറോ കഴിഞ്ഞു. ഉണങ്ങിയോ? അതിലെ വെള്ളം പോവുകയുള്ളൂ അല്ലേ? ഇനി നമ്മളൊന്ന് വിരിച്ചിടണം അല്ലേ? ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വിരിച്ചിട്ടാൽ ഫുൾ ശരിയാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വാഷിംഗ് മെഷീൻ എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ ഇച്ചിരി നമുക്ക് അറിയാത്തത് കൊണ്ടുള്ള ഒരു സമയപ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷിംഗ് മെഷീൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതെന്താണെന്നറിയാമോ ഞാൻ ഇതിലും കാണിച്ചു തരുന്നത്? നമ്മളപ്പം ഡിസേബിൾഡ് ആൾക്കാരാകുമ്പോൾ നമുക്ക് അലക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ നമുക്ക് ഇപ്പം ടെക്നോളജി വളരെയധികം ഡെവലപ്ഡ് ആയതുകൊണ്ട് നമുക്കതൊക്കെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. എന്താണ് ഈ ഓട്ടോമാറ്റിക് ആവണ്ടാണ് കേട്ടോ അത്ര പാടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പം ഈ കാലത്ത് എല്ലാ ടെക്നിക്കുകളും ടെക്നോളജിയും ഇങ്ങനെ വികസിച്ച് കിടക്കുന്നതുകൊണ്ട് ജീവിക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവർ പറയുന്ന പോലെ നല്ല കേട്ടോ. പിന്നെന്താണ്, വേറൊന്നുമില്ല, മൈൻഡ് പേവാണ്. സ്കൈ ഇത് ഇവിടെ കച്ചറ കളിച്ച് അലമ്പാക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ടവർക്ക് നല്ല വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.